ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് വഖൈറൽ ഹദീഥി കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദിയ്യു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി ولا تموتن إلا وأنتم مسلمون. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى قال يا أبت افعل ما تؤمر സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കണം എന്താ വെച്ചാൽ നമ്മൾ മദ്രസയിൽ പഠിപ്പിച്ച് നമ്മുടെ കുട്ടീനെ നന്നാക്കി എടുക്കുക, നല്ല വിവരം കൊടുക്കുക എന്നൊക്കെയല്ലേ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാം. അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഞാൻ ചിന്തിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കുട്ടി കേടുവന്നു പോകുന്നത് അല്ലെങ്കിൽ തകരാറായി പോകുന്നത്, അവൻ്റെ ലക്ഷ്യം തെറ്റുന്നത് മദ്രസ കിട്ടാഞ്ഞിട്ടോ വിവരം കിട്ടാഞ്ഞിട്ടോ ഒന്നും അല്ലാന്ന് ചിലപ്പോൾ എനിക്ക് തോന്നലുണ്ട്. അത് അത്യാവശ്യം തന്നെ കേട്ടോ, അതിലൊരു സംശയം എനിക്ക് കാര്യത്തില്ല. സത്യത്തിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ രക്ഷിതാക്കൾ, ഒരു കുട്ടി നിങ്ങൾക്ക് ജനിച്ചാൽ ആ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് പടച്ചോൻ ആ കുട്ടീനെ നമ്മളെ ഏൽപ്പിക്കുമ്പോൾ അള്ളാഹു ഒരു വിശ്വാസി എന്ന നിലക്ക് നമ്മളെ വിളിച്ചേൽപ്പിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ആ കുട്ടി നരകത്തിൽ പോകാതെ നിങ്ങൾ നോക്കണം എന്നാണ്. ഇത് അള്ളാഹ് നമ്മളോട് കൽപ്പിച്ച ഒരു കൽപ്പനയാണ്. ആരെങ്കിലും പ്രസംഗിച്ചിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടാക്കുന്ന കാര്യമല്ല, അള്ളാഹുവിൻ്റെ ഒരു ആജ്ഞയാണ്. ആ കുട്ടി നരകത്തിൽ പോകരുത്. അതാരെ ബാധ്യതയാണ്? ആ കുട്ടി നരകത്തിൽ പോവാതിരിക്കൽ ആരെ ബാധ്യതയാണ്? ആ കുട്ടി ആർക്ക് ജനിച്ചോ ആ മാതാപിതാക്കളുടെ ബാധ്യതയാണ്. ആയത്തൊന്നും ഞാൻ ഓതുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹൻ നാസു വൽ ഹിജാറ. രണ്ട് കാര്യമാണ് അതിൽ പറയുന്നത്. ഈ സത്യവിശ്വാസികളെ, നിങ്ങൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അപ്പോൾ അത് നമുക്ക് ബാധ്യത ഉണ്ടോ? നാളെ നമ്മൾ നരകത്തിൽ പോവുകയാണെങ്കിൽ അതിന് വേറെ ഒരു ഉത്തരവാദിനെ കൊണ്ടുവരാൻ പറ്റുമോ പരലോകത്ത്? നമ്മൾ തന്നെ ഉത്തരവാദി. നമ്മളല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ പോകണ്ടല്ലോ, ആ ഉത്തരവാദി നരകത്തിൽ പോയാൽ പോരെ. അപ്പോൾ നരകത്തിൽ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അത് അവൻ തന്നെയാണ് ഉത്തരവാദി, അതിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് അഹ്ലീക്കും നാറ, നിങ്ങളെ കുടുംബത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നാണ്. അപ്പോൾ നിങ്ങളെ മകൻ ഡോക്ടറായോ, ഓന് പോരുമ്പോഴേക്കും ഇങ്ങനെ പണി ഉണ്ടാക്കി കൊടുത്തോ, അവൻ്റെ 2-3 കുട്ടികളുടെ ഒരു വീടുണ്ടാക്കി കൊടുത്തിട്ട് നിങ്ങൾ പോന്നു, ഒരു 80 വയസ്സ് വരെയൊക്കെ അവിടെ ഉണ്ടായിരുന്നല്ലോ എന്നൊന്നും നമ്മോട് ചോദിക്കൂല. ഓന് പ്രായപൂർത്തിയായാൽ ഓൻ പണിയെടുക്കണമെങ്കിൽ പണിയെടുത്തോട്ടെ, പെണ്ണുങ്ങളെ നോക്കണേ നോക്കിക്കോട്ടെ, കുട്ടികളെ നോക്കിക്കോട്ടെ. അതൊന്നും വല്യപ്പാക്കും വല്യമാർക്കും ഒന്നും ഒരു ബാധ്യതയും ആ കാര്യത്തിലില്ല. മനസ്സിലായി? കഷ്ടപ്പെട്ട് പട്ടിണി കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അയൽവക്കക്കാരായാലും കൊണ്ടുകൊടുക്കണ്ടേ? ആ കൊണ്ടുകൊടുക്കേണ്ട ബാധ്യതയുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഇപ്പോൾ പറപ്പൂർ മൗലവി ഇവിടെ പ്രസംഗിച്ചോ പറഞ്ഞില്ലേ, വസിയത്ത് പറഞ്ഞതാണ്, നിൻ്റെ മക്കളൊന്നും നിസ്കരിക്കാനും ഈ മയ്യത്ത് നിസ്കരിക്കാനൊന്നും ഉണ്ടാവില്ല, നിങ്ങൾ ആരെങ്കിലും വന്ന് നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ഒരായുഷ്കാലം നമുക്ക് മക്കളൊപ്പം കിട്ടിയിട്ട് ആ മക്കളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ. ഞാൻ പ്രസംഗത്തിന് വേണ്ടിയൊന്നും പറയില്ല, നമുക്കും മക്കളുണ്ട്. നാളെ പരലോകത്ത് നിന്ന് ആ കുട്ടികൾ പറയും, വാപ്പ ഇതിന് വേണ്ട അത്ര ഒരു ഗൗരവം കൊടുക്കാത്തതുകൊണ്ട് എനിക്കിത് കിട്ടാതെന്ന്, വാപ്പ ഇതിനൊരു വേണ്ട രൂപത്തിലൊരു ഗൗരവം കൊടുക്കാത്തത് കൊണ്ടാണ് എനിക്കിത് കിട്ടാതിരുന്നതെന്ന് ആ കുട്ടി പറയും. ഒരു സംശയവും നിങ്ങൾക്ക് ആ കാര്യത്തിൽ വേണ്ട. അതുകൊണ്ട് നമ്മൾക്കെതിരായിക്കൊണ്ട് നമ്മുടെ കുട്ടികൾ പറയാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കുട്ടി 8ാം ക്ലാസ് വരെ മദ്രസ പഠിച്ചു എന്ന് പറയുന്നതിന് ഉത്തരം, ആ കുട്ടിക്ക് അങ്ങനത്തെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കണം. എന്നോടൊരു സഹോദരി പറഞ്ഞു, മോള് പാലയിൽ റിപ്പീറ്റിന് വേണ്ടി പോയിക്കാണ്. മോള് റിപ്പീറ്റ് ചെയ്തു. ഇപ്പോൾ അവൾ എന്ത് ചെയ്തു വെച്ചാൽ നീറ്റിൻ്റെ എക്സാം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതി അവൾക്ക് കിട്ടും, അവൾക്ക് MBBS കിട്ടും. കാരണം അവൾക്ക് അതിനുള്ള മാർക്കുണ്ട്. ഞങ്ങൾ അതിൻ്റെ കീ ഒക്കെ വെച്ച് പരിശോധിച്ചപ്പോൾ അവൾക്ക് കിട്ടുന്ന ഉറപ്പാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഈ പാലയിൽ പോണത് വരെ
അവൾ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഇപ്പം ഈ പാലയിൽ പോയി വന്നതോടുകൂടെ അവളുടെ കൂട്ടുകെട്ട് മാറി, അവളുടെ സ്വഭാവം മാറി, ഒക്കെ മാറി. ഇവിടുന്ന് പോകുമ്പോൾ ഒരു തട്ടൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ തട്ടൊന്നുമില്ല, പൊക്കെ തോളിലായി. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വിചാരിച്ചാൽ ഇവൾ ഈ തട്ടൊക്കെ ഒന്നിട്ട് ദീനിയായിട്ടൊന്ന് പോവാൻ എന്താണ് ചെയ്യുക, അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ദീനിയായിട്ട് ചെയ്യാൻ എന്താണ് ചെയ്യുക എന്നാണ് ചോദിക്കുന്നത്. ആ കുട്ടീനെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? എനിക്ക് ഇനി ഓൾക്ക് MBBS കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല. ആ സ്ത്രീ സത്യസന്ധമായി പറഞ്ഞാൽ മതി, എനിക്ക് MBBS കിട്ടിയിലും വേണ്ടില്ല. ഓളി തലി തട്ടിട്ട് നിസ്കരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക്, നിസ്കാരം ഒന്നും പോക്ക് താല്പര്യമില്ല. ഒരൊറ്റ കൊല്ലം കൊണ്ട് കുട്ടിക്ക് വന്ന മാറ്റമാണ്. അപ്പോൾ ഞാൻ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ തിരൂരൊരു ക്യാമ്പ് നടന്നിരുന്നു, ഒരു 10-60 കുട്ടിയേക്ക്, വിഷൻ എന്ന് പറഞ്ഞിട്ട് പെൺകുട്ടിയേക്ക്. അപ്പോൾ ആ ക്യാമ്പ് കഴിഞ്ഞ് ഞാൻ വന്നൊരു സമയമാണ്. അപ്പോൾ ആ ക്യാമ്പിൽ ഞാൻ കുറേ സമയം ക്ലാസ് എടുത്തു, പിന്നെ ആ കുട്ടികളായിട്ട് സംസാരിച്ചു, കൗൺസിലിംഗ് കൊടുത്തു, ഒക്കെ വന്നതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിച്ചത് എന്താണെന്ന് വിചാരിച്ചാൽ ഒരു 2-2.5 മണിക്കൂർ സമയമുള്ള ഒരു ക്ലാസ് കൊണ്ട് ആ കുട്ടികളായിട്ട് മാറുകയാണ്. 6 ദിവസം കഴിഞ്ഞ് ആ കുട്ടികളൊക്കെ എഴുതിയ ഫീഡ്ബാക്ക് കണ്ടാൽ ആ കുട്ടികൾ എന്താണെന്ന് പറയുക, കരഞ്ഞു പോകും. അപ്പോൾ എൻ്റെ അവിടുത്തെ കോർഡിനേറ്റർ ആയ ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഒരു കുട്ടീൻ്റെ ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ മതി, ഞങ്ങൾക്ക് ഇനി ജീവിതത്തിൽ വേറെ ഒന്നും വേണ്ട. എൻ്റെ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചൊരു കുട്ടിയായിട്ടുണ്ട്. 6 ദിവസം കൊണ്ടാണ് ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിത് നിർത്തരുത്. നിങ്ങളിതിന് 6 ദിവസമാക്കിയത്, നിങ്ങൾ 60 ദിവസമാക്കിയാലും ഞങ്ങൾ അതിൻ്റെ ഫീസ് എന്നിട്ട് ആ കുട്ടികൾ അവിടെ കൊടുന്നിരുന്നതാണ്. അപ്പോൾ പാലയിൽ 1 കൊല്ലം പറഞ്ഞയച്ച രക്ഷിതാവ് 6 ദിവസത്തെ ഒരു ക്യാമ്പിനെ കുറിച്ച് അറിഞ്ഞില്ല, കേട്ടില്ല. അത് നമ്മളെ പ്രശ്നം. പാലയിൽ 1 കൊല്ലം, അതിന് എത്ര ഫീസ്? പാലയിൽ 1 കൊല്ലം പഠിക്കാൻ എത്ര ഫീസ്? അവിടെ മക്കളെ മാറ്റി നിർത്തി അവിടുത്തെ സംസ്കാരം നോക്കാതെ, കൂടെ പഠിക്കുന്ന കുട്ടികളാരാ നോക്കാതെ, ജുമാക്ക് പോകാൻ ഒരു പള്ളി അടുത്തുണ്ടോ എന്ന് പോലും അന്വേഷിക്കാതെ കൊണ്ടയാക്കി പോരുന്ന ആളുകൾക്ക് അതിനുള്ള ഒരു മനസ്സ് എന്തിനില്ല? ദീനിയായ ഒരു ബോധം നൽകുന്നതിനില്ല എന്നത്. അപ്പോൾ അതുണ്ട്, അത് വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ പറയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശരിക്കും അള്ളാഹുവോട് എന്ത് ചെയ്യണം? മറുപടി പറയേണ്ടി വരും. അപ്പം നമ്മൾ ആത്മവിചിത നടത്തേണ്ട കുട്ടി മദ്രസ പഠിച്ചോ ഹാഫിളായോ എന്നൊന്നല്ല. ആ കുട്ടിയെ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ആ കുട്ടിയിൽ ദീനിയായ ഒരു മാറ്റം ഉണ്ടായിട്ട് വേണം നമുക്ക് കണ്ടടക്കാൻ. അത് നമ്മുടെ ഒരു കടമയാണ്, നമ്മുടെ ഒരു ബാധ്യതയാണ്. ഈ ബോധം രക്ഷിതാക്കൾക്ക് ഇല്ലാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം എന്താ പറയുക, അതാണ് ഞാൻ പറയണത്. ഇല്ലാത്തൊരു പ്രശ്നം എന്നാൽ നമ്മുടെ കുട്ടികളെ എങ്ങനെ നമുക്ക് നല്ല ഒരു ദീനിയായി വളർത്താം എന്നതിന് ഈ മദ്രസയിലെ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്നതിലേറെ ഈ രക്ഷിതാക്കളെ പഠിപ്പിക്കണം. അത് വേറെ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നിങ്ങളോട് ചോദിക്കരുത്. രക്ഷിതാക്കൾക്ക് മദ്രസയിലെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കണ പോലെ. ഇപ്പോൾ നിങ്ങൾ പെരിന്തൽമണ്ണയിലൊക്കെ എന്ത് ചെയ്യും, ഈ ഉമ്മമാർക്ക് ക്ലാസ് വെക്കും. ആ ഉമ്മമാർക്ക് വെക്കുന്ന ക്ലാസ്സിൽ മാസത്തിലൊരു ക്ലാസ് ഉമ്മമാർക്ക് വെക്കും. അപ്പം ഞാൻ ചിന്തിക്കൽ, ഒരു മാസം കുട്ടി മദ്രസയിൽ വരുന്നില്ലേറെ ആ ഒരു ക്ലാസ്സിന് ഉമ്മ വരുന്നതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ആലോചിക്കലുണ്ട്. ചെറിയ പെൺകുട്ടിയാണ്. അപ്പോൾ ഞാൻ അതിനോട് സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി എന്നോട് പറഞ്ഞൊരു മറുപടി എന്താ പറയുക, എന്നോട് പറഞ്ഞത്, എനിക്ക് വിശ്വാസമല്ല എന്നാണ്. നിനക്ക് അള്ള ഉണ്ട് എന്ന് നിനക്ക് വിശ്വാസമല്ലേ? പരലോകമുണ്ട് നിനക്ക്? എനിക്കതൊന്നും വിശ്വാസമല്ല. അപ്പം എനിക്ക് പരലോകമുണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഉണ്ട് എന്നൊന്നും വിശ്വാസമില്ല എന്ന് ഒരു മുസ്ലിം കുടുംബത്തിലെ ഒരു പെൺകുട്ടി പറയുമ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ മോള് ഏതെങ്കിലുമൊക്കെ പിന്നെ ഈ ഫ്രീ തിങ്കേഴ്സിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നിരീശ്വരവാദികളെ അങ്ങനത്തെ വല്ലവരുടെയും സൈറ്റിലൊക്കെ കയറി ക്ലാസ്, അങ്ങനത്തെ ക്ലാസ്സൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇങ്ങനെ ഈ പടച്ചമല്ല പറയണത്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ സമയം ഒരു കുട്ടിക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ വുജൂദ് ഞാൻ എന്ത് ചെയ്തു, കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി. അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഏകദേശം ആ കുട്ടിക്ക് അതിനെപ്പറ്റി ഒരു ധാരണ വന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് നീ ഒരു അള്ള ഇല്ല എന്ന് നിന്നെ പറയിപ്പിച്ചത് എന്താണെന്നാണ്. അതിൻ്റെ കാരണം ആ കുട്ടി പറയുമ്പോഴാണ് നമ്മളെത്രമാത്രം നമ്മൾ പാരൻസിന് ക്ലാസ് കൊടുക്കണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ എന്താ പറയാൻ കാരണം തരും, ഈ കുട്ടിക്ക് ദീനിയായ ശരിയായ ഒരു ബോധം ആ കുട്ടിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഉമ്മയും വാപ്പയും നല്ല ദീനിയാണ്. അപ്പോൾ ഉമ്മയും വാപ്പയും എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഉമ്മ എന്ത് ചെയ്യും, ഒരു സ്വൈരവും കൊടുക്കാതെ അവിടെ പുന്നാല കൂടും. ആ മക്കനെ ഒന്ന് ഇങ്ങിട്ടിട്, ആ മക്കനെ ഒന്ന് ഇങ്ങിട്ടിട്, ഇത് മാർത്തിട്ട് ഒന്ന് പിടിച്ച് കുത്ത്, ഇതൊന്ന് നിസ്കരിക്ക്, ഇതൊന്ന് ബേ നീക്ക് എന്ന് പറഞ്ഞ് ഓൾക്ക് ഒരു കാര്യം ചെയ്യാനും ഇഷ്ടമല്ല. കാരണം ഓൾക്ക് എന്താണ്, അതിനോടൊന്നും താല്പര്യം. അങ്ങനത്തെ ഒരു കുട്ടിനെ കൊണ്ട് എന്ത് ചെയ്യാണ്, 14 കൊല്ലം ദീന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് ആ കുട്ടി ഇപ്പോൾ ആരായത്, ദൈവനിഷേധിയായത്. അപ്പോൾ എന്താ എങ്ങനെ ദൈവനിഷേധിയാവുന്നത്?
ഈ ദീനാണ് എനിക്ക് വീട്ടിൽ നിൽക്കാനുള്ള ഇടങ്ങേറെന്നാണ് ഓള് പറയണത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ ഉമ്മാക്ക് കുറച്ച് ദീനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ദീനോട് ഞാൻ ഇടങ്ങേറായി. ഇപ്പോൾ ഈ പടച്ചോനും പരലോന്നും ഇല്ലെങ്കിൽ എനിക്ക് ഇടങ്ങേറില്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെയാണ് ഓള് ഒരു ദൈവ നിഷേധിയായത് മനസ്സുകൊണ്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് ചിന്തിക്കണം. നിങ്ങളെ കുട്ടികളോടൊക്കെ നിസ്കരിക്കാൻ പറയുമ്പോൾ ആ കുട്ടിക്ക് നിസ്കാരം ബോധ്യപ്പെടുത്തിയാണ് നിസ്കരിക്കാൻ പറയണത്? തട്ടിടുന്നത് ബോധ്യപ്പെടുത്തിയിട്ടാണോ തട്ടിടാൻ വേണ്ടി പറയണത്? ഈമാൻ ബോധ്യപ്പെടാത്ത ഒരാൾക്ക് എന്തെങ്കിലും അമല് ബാധ്യത ഉണ്ടോ സുഹൃത്തുക്കളെ? ഈമാൻ ഉള്ളിൽ തട്ടാത്ത ഒരാൾക്ക് ഒരു അമല് ബാധ്യത ഉണ്ടോ? ഈമാനാണ് പ്രധാനം. വിശ്വാസം ഉറക്കാതെ ഒരാൾക്കും ഒരു കർമ്മം ചെയ്യാൻ പറ്റില്ല. വിശ്വാസം ഉറക്കാതെ ഒരാൾ ആ വിശ്വാസം ശരിക്കും ഉള്ളിൽ തട്ടി ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ കുട്ടി ചെയ്യണം. നിസ്കാര സമയമാകുമ്പോൾ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു കാളൽ, ഒരു ബേജാർ ആ കുട്ടിക്ക് സ്വന്തം ഉണ്ടാവണം അല്ലേ? തട്ടം നീങ്ങുമ്പോൾ തട്ടം നീങ്ങിയല്ലോ എന്ന പേടി ആ കുട്ടിക്കുണ്ടാവണം. അതില്ലാത്ത കുട്ടികളെ നിങ്ങൾ വീട്ടിൽ വെച്ച് നിർബന്ധിക്കുമ്പോഴും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും അവർ മതത്തിനെതിരാവുകയാണെന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇത് ഒന്നും രണ്ടും അനുഭവങ്ങളല്ല കേട്ടോ ഞാൻ പറയണത്. അതുകൊണ്ട് കുട്ടികൾക്ക് ശരിയായ ബോധം നൽകുക. ഞാൻ പറഞ്ഞപ്പോൾ ഈ കുട്ടികളെ ബോധ്യപ്പെടുത്താനൊന്നൊരു പണിയില്ല. ഈ കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കുറേ കാലത്തെ പ്രയത്നത്തിനൊന്നും ആവശ്യമില്ല. ഒരു കുട്ടി നല്ലൊരു അറിവ് കിട്ടാൻ സമയം വേണം. ഒരു കുട്ടിക്ക് അറിവ് കിട്ടണമെങ്കിൽ എന്ത് വേണം? 1-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെ 8-ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണം. അല്ലാത്തൊരു കുട്ടിക്ക് അറിവ് കിട്ടില്ല. ഭാഷ പഠിക്കണമെങ്കിൽ, ഖുർആൻ്റെ അർത്ഥം പഠിക്കണമെങ്കിൽ, നിസ്കാരത്തിലെ ദിക്റുകൾ ചെല്ലണമെങ്കിലും, അദ്കാറുകൾ പഠിക്കണമെങ്കിലും ഒക്കെ എന്ത് വേണമെന്നറിയോ? ആ കുട്ടിക്ക് അറിവ് കിട്ടണമെങ്കിൽ നമ്മളത് സിലബസൊക്കെ വെച്ച് പഠിപ്പിക്കണം. പക്ഷെ ആ കുട്ടി നല്ലൊരു കുട്ടിയാവാനുള്ളൊരു ബോധം ആ കുട്ടിക്ക് നൽകുക എന്നുള്ളത് നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ചെറിയൊരു സമയം കൊണ്ട് സാധിക്കും. അപ്പോൾ ഒരാൾക്കൊരു മാനസാന്തരം ഉണ്ടാവാൻ കുറഞ്ഞ സമയം കൊണ്ട് പറ്റും. ഞാൻ ഉദാഹരണങ്ങൾ പറയാം. എത്രയോ വർഷങ്ങൾ 5 വർഷമായിട്ട് ആ കുട്ടിക്ക് എന്താണ് അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യനായിട്ട് റിലേഷൻ ഉണ്ട്, ബന്ധമുണ്ട്. അപ്പോൾ ആ കുട്ടി ഇത്ര കാലം അവർ സമ്മർദ്ദം ചെലുത്തിയിട്ടും വീട്ടുകാർ മുഴുവനായിട്ട് മെനക്കെട്ടിട്ടും ആ കുട്ടിക്കൊരു മാനസാന്തരവും വന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഒരാൾക്ക് മാനസാന്തരം വരാൻ 1000 മണിക്കൂറൊന്നും വേണ്ടാന്ന് പറയാനാണ് ഞാൻ പറഞ്ഞത്. ആ കുട്ടിക്ക് മാനസാന്തരം വന്നത് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, നിൻ്റെ വാപ്പയുടെ ജീവിതത്തിൽ ഏറ്റവും വേദനിച്ച ഒരു ദിവസം ഏതാണെന്ന് നിനക്കറിയോ ചോദിച്ചു. അത് ഇന്നാണ്. അതെന്താ കാരണം അറിയോ? നിന്നെ കൂട്ടി നിൻ്റെ ഈ വാപ്പ എൻ്റെ വീട്ടിലേക്ക് വന്ന് നീ ഒരു പ്രേമത്തിൽ കുടുങ്ങി എന്ന് പറയേണ്ടി വരുന്നൊരു ഗതികേടുണ്ടല്ലോ, അത് അയാളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു വേദനയാണ്. ഞാൻ അത് പറഞ്ഞപ്പോൾ ആ കുട്ടി ശരിക്കും അലമുറയിട്ട് കരഞ്ഞു. ഞാനൊരു ഷോക്കല്ല, അവൾ ഉപ്പാനെ സങ്കടപ്പെടുത്തിയതിൻ്റെ ആ ദുഃഖം അവളിൽ ശരിക്കും പ്രകടമായി. ശരിക്കും ആ ഒരു വാക്കിന് ശേഷം ഞാൻ പറഞ്ഞതൊക്കെ അവൾ കേട്ട്. ഞാൻ അവസാനം അവളോട് ചോദിച്ചു, നിനക്ക് ഈ വാശി നടപ്പിലായാൽ, ഈ പ്രേമം നടപ്പിലായാൽ നിനക്ക് കിട്ടുന്ന ലാഭം എന്താണ്? നഷ്ടം ഞാൻ പറഞ്ഞുതരാം. നഷ്ടങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ നഷ്ടം, നിൻ്റെ വീട്ടിൽ ഏറ്റവും അധികം നല്ലൊരു കുട്ടി എന്ന നിലക്ക് നിൻ്റെ വാപ്പയും ഉമ്മയും 19 കൊല്ലം വളരെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും കണ്ട നിൻ്റെ പ്രേമം ഫോണിൽ കണ്ട അന്ന് നിന്നെക്കുറിച്ചുള്ള ആ ധാരണ വാപ്പയും ഉമ്മയും എന്ത് ചെയ്തു? തിരുത്തി. നഷ്ടമല്ലേ? ചെറിയ നഷ്ടം നിനക്ക്. നിൻ്റെ കുടുംബത്തിൽ മുഴുവനും നല്ല കുട്ടി എന്ന് കുടുംബക്കാർ പറഞ്ഞവർ ഈ വിവരം അറിഞ്ഞതോടുകൂടെ എന്ത് ചെയ്തു? ആ കുടുംബക്കാർ നിന്നെക്കുറിച്ച് തെറ്റായി വിചാരിച്ചു. മാത്രമല്ല, നല്ലൊരു കുട്ടിയാണെന്ന നിലക്ക് ദീൻ്റെ കാര്യങ്ങൾ പാലിച്ചു പോരുന്ന നിനക്ക് ഇവന് ചാറ്റ് ചെയ്യും, ഇവനെ ബന്ധപ്പെടുകയും ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ഒരു കുറ്റബോധം, മനസ്സിൻ്റെ ഒരു വിഷമം, ഞാനാണല്ലോ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു ഭയങ്കരമായ വേദന, അതൊക്കെ എത്ര ശക്തമാണ്. ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്ന്, ഇനിയിപ്പോൾ ഇത് കല്യാണം കഴിയുകയാണെങ്കിലോ ഒരു നല്ല കുടുംബജീവിതം നിനക്കില്ല. ഈ ഭൂമിയിൽ കിട്ടേണ്ട ഏറ്റവും സൗഭാഗ്യകരമായ ഒരു കുടുംബജീവിതം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. നാളെ നിനക്ക് കുട്ടികളുണ്ടായാൽ ആ കുട്ടികൾ ചോദിക്കും, എന്തെങ്കിലും നീ ഒരു നല്ല കാര്യം പറയുമ്പോൾ ആ കുട്ടികൾ തിരിച്ചു ചോദിക്കും, ഉമ്മി വാപ്പി എങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന ഒരു ചോദ്യത്തിന് മുന്നിൽ നിനക്കൊന്നും മക്കളോട് പറയാൻ സാധിക്കാത്ത അവസ്ഥ വരും. ഇങ്ങനെ ഞാൻ അങ്ങനെ എണ്ണി പറഞ്ഞപ്പോൾ അവസാനം അവൾ എന്നോട് പറഞ്ഞു, ഇതൊന്ന് ഒഴിവാകാനുള്ള വഴി പറഞ്ഞു തരും. നമ്മൾ ഒഴിവാകാനുള്ള വഴി പറഞ്ഞു കൊടുത്തു. ഞാനിത് നിങ്ങളോട് വേണം വെച്ചാൽ, ഒരു കുട്ടീൻ്റെ മനസ്സ് മാറാൻ
ചിലപ്പോൾ 5 മിനിറ്റ് മതിയാവും. പക്ഷെ ആ മനസ്സ് മാറാത്തിടത്തോളം കാലം ആ കുട്ടി സ്വന്തമായൊരു നന്മയും ചെയ്യൂല. അത് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നിടത്ത് നമ്മൾ വിജയിച്ചെങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ. അത് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട സമയത്ത് നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിലോ പിന്നെ ആ കുട്ടി പ്രായപൂർത്തിയായി വലുതായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ നിയന്ത്രണത്തിലല്ല, പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇരുന്ന് കരയാനേ പറ്റുള്ളൂ. പിന്നൊരു സഹോദരി എന്നോട് പറഞ്ഞു, അവർ ഭർത്താവ് പെട്ടെന്ന് കഴിഞ്ഞ വർഷം മരിച്ചു. അപ്പോൾ അയാൾക്ക് ഗൾഫിൽ വലിയ ബിസിനസ്സുകളുണ്ട്. ആ ബിസിനസ് സാമ്രാജ്യങ്ങളുള്ള സമയത്താണ് പെട്ടെന്ന് മരണം. പിന്നെ ആരാ കൊണ്ടുനടക്കുക? അപ്പോൾ ഉള്ള ഇതിൽ മൂത്ത മകനെ അണ്ട് പറഞ്ഞയച്ചു, എല്ലാ പഠിപ്പും നിർത്തി ബിസിനസ് കൊണ്ടുനടക്കാൻ. ലക്ഷങ്ങൾ അവിടെ നിന്ന് അവർക്ക് ടേൺ ഓവർ കിട്ടുന്ന ഒരു വലിയ ബിസിനസ്സും. അവൻ അവിടെ പോയിട്ട് വാപ്പക്ക് അറിയാലോ ഉപതി എങ്ങനെ കച്ചവടമൊക്കെ ഉണ്ടാക്കിയത്, ഓനൊന്നും അറിയില്ലല്ലോ. ഓന് ക്യാഷിലിരുന്ന് പൈസ വാങ്ങണത് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് ഓൻ അതുകൊണ്ടാണ് ആഘോഷിച്ചാൽ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് അറിയാലോ. പോനെ മെല്ലെ ഇങ്ങോട്ട് അവിടുന്ന് ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറ്റിന് കൊടുക്കുന്നതാണ്. അപ്പോൾ അവനൊരു ഉപദേശം കൊടുക്കാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അവനെ അങ്ങോട്ട് കയറ്റി വിടുന്നതിന് മുന്നേ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാതെ കയ്യിൽ പൈസ കൊടുത്താൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി നാളെ നരകത്തിൽ പോവാതിരിക്കാൻ അവന് നൽകേണ്ട അടിസ്ഥാന ബോധം നമ്മൾ എന്ത് ചെയ്യണം? നൽകുക എന്നുള്ള ഒരു കടമ നിർവഹിച്ചോ ഇല്ലേ. കുട്ടി മദ്രസ പോകണ്ടോ ഇല്ലേ എന്നല്ലട്ടോ ഞാൻ പറഞ്ഞത്. മദ്രസ പോകുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, നമ്മുടെ കുട്ടിക്ക് നമ്മൾ ഉൾക്കൊണ്ട ഈ ഒരു ദീൻ ബോധ്യപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്ത് ചെയ്യണം? നമ്മൾ കണ്ടെത്തണം. അല്ലെങ്കിൽ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള വലിയൊരു ബാധ്യത നമുക്കുണ്ട്. എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? എന്താണ്? അത് വലിയ ക്ലാസ്സാണ്, നീണ്ട സമയം പറയേണ്ട കാര്യം. പക്ഷെ എന്നാലും നിങ്ങളൊരു പിന്നെ മക്കളെ കാര്യമാവണോണ്ട് ആ പറയണ കാര്യം അങ്ങനെ അവിടെ കിടക്കും എനിക്കറിയാം. നമ്മൾ ഒരു പക്ഷേ നമ്മളെ കൊണ്ട് കഴിയുമെങ്കിൽ നമ്മൾ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമെന്നും എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണം വെച്ചാൽ ഏറ്റവും ഒന്നാമത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തരും, കുട്ടികളെ കൂടെ കൊണ്ടുനടക്കുക എന്നുള്ളതാണ്. കുട്ടികളെ കൂടെ കൊണ്ടുനടക്കുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ഓതി വെച്ച ആയത്ത് ഫലമ്മാ ബലഗ മഅസ്സായ, കുട്ടി തൻ്റെ കൂടെ നടക്കാറായപ്പോൾ, അതായത് ഇസ്മായിൽ നബി ഇബ്രാഹിം നബിൻ്റെ കൂടെ നടക്കാറായപ്പോൾ, അതിന് ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി കൊടുത്ത വ്യാഖ്യാനം എന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഒരു കുട്ടി മുതിർന്ന് വന്ന് നിങ്ങൾക്ക് ആ കുട്ടിയെ ശ്രദ്ധിക്കേണ്ടി വരാത്ത ഒരവസ്ഥ, എന്താണ്? നിങ്ങൾക്ക് അവനെ കൊണ്ട് ഉപകാരം കിട്ടും. ചില പണികളൊക്കെ ഓനെ കൊണ്ട് എടുപ്പിക്കുക, നിങ്ങൾക്ക് ഓനെ നോക്കണ്ട, ഓൻ എവിടെ പോകണമെന്ന് അറിയണ്ട, അങ്ങനത്തെ രൂപത്തിൽ സ്വതന്ത്രമായി ആ കുട്ടി എന്താണ് ഇനി ഓൻ ജീവിച്ചോളും എന്ന നിലക്കുള്ള ഒരു പക്വതയും ദീനും വിചാരമൊക്കെ അവനെത്തുക. ആ സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് കുട്ടികൾ ആ സമയത്ത് കുട്ടി നഷ്ടപ്പെടുക, കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്കിനി ആ കുട്ടിയിൽ എന്തില്ല, പ്രത്യേകിച്ച് ഇടങ്ങേറൊന്നുമില്ല. ഓനെക്കൊണ്ട് ഇനി ഉപകാരങ്ങൾ കിട്ടാൻ തുടങ്ങുന്ന പ്രായത്തിലാണ്. അതാണ് തന്നെ ഫലമ്മ ബലഗ മഅസ്സായി എന്നാണ്. അപ്പം ആ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മനസ്സ് ആ ഇസ്മായിൽ നബിക്കുണ്ട് അല്ലേ? ഇബ്രാഹിം നബിക്ക് എന്തു മനസ്സാണോ ഉള്ളത് അത് കുട്ടിക്കുണ്ട്. അതെങ്ങനെ കിട്ടിയതാ? നാട്ടിൽ ഖുർആൻ ക്ലാസ് പോയിട്ട് കിട്ടിയല്ല, വാപ്പാൻ്റെ അടുത്ത് കിട്ടിയതന്നെയാണ്. മനസ്സിലായി? വാപ്പേന്നല്ലേ പ്രവാചകൻ, ആ പ്രവാചകൻ എന്ന് കിട്ടിയത്. എങ്ങനെ മനസ്സ് കിട്ടിയെന്ന് എങ്ങനെ കിട്ടി? വാപ്പാൻ്റെ അതേ മനസ്സ് ആ മോൻ ആ പ്രായമായപ്പോഴേക്കും കിട്ടി. നമുക്ക് എവിടുന്ന് കിട്ടി? ആ ആയത്ത് തന്നെ ഉണ്ട്. എന്താണ്? നടക്കാനായപ്പോൾ മകനോട് പറഞ്ഞു, ഇന്നി അറാഫിൽ മനാമി അന്നി അതുബ, മോനെ നിന്നെ അറുക്കണം എന്ന് ഞാൻ വഹിയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ്. അപ്പോൾ മകൻ്റെ കാര്യം എന്താണ്? ഫന്തുർ മാതാത്തറ, എന്താ അഭിപ്രായം മോനെ? നിസ്കരിക്കാൻ പറയല്ല കേട്ടോ, അത് നിസ്കരിക്കാൻ പറയല്ല, നിന്നെ അറുക്കണം എന്ന അള്ളാൻ്റെ കൽപ്പന ഉണ്ട് എന്ന് പറഞ്ഞാൽ അറുക്കും എന്ന ഉറപ്പാണ്. അപ്പം എന്താ പറഞ്ഞത് അറിയോ? യാ അബത്തിഫ് അൽ മാ തുമർ, കൽപ്പിക്കപ്പെട്ടത് പ്രവർത്തിക്കൂ പിതാവേ, കൽപ്പിക്കപ്പെട്ടത് ചെയ്യൂ പിതാവേ. അപ്പോൾ വാപ്പാക്ക് ഒരു ബേജാറുണ്ടാവില്ല, ഇനി അങ്ങനെ അറുക്കണ സമയത്ത് എന്തായിരിക്കും? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബി, അല്ല ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ അറുക്കുമ്പോൾ ഒരു ക്ഷമകേടും കാണിക്കാതെ ഞാൻ ആ കത്തിക്കടിയിൽ കടന്നു തരുന്ന. അത് വെറുതെ പറയോ സുഹൃത്തുക്കളെ? വെറുതെ പറയോ? നമ്മുടെ വിശ്വാസം, നമ്മുടെ ആദർശം, നമ്മുടെ മനസ്സ്, നമ്മുടെ നന്മ, നമ്മുടെ ഔദാര്യശീലം, നമ്മുടെ സ്നേഹം എന്തൊക്കെ നമുക്കുണ്ടോ അത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് കിട്ടണം. അത് നമ്മുടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടണം. അത് കൊടുക്കേണ്ടത് മദ്രസ എന്നല്ല കേട്ടോ, അത് കൊടുക്കേണ്ടത് രക്ഷിതാക്കളാണ്. അതുകൊണ്ടാണ് അള്ളാഹ് പറഞ്ഞത് കു അംഫുസക്കും വ അഹ്ലീക്കും നാർ. അത് ഉസ്താദുമാരുടെ പണിയല്ല. നരകത്തുനിന്ന് കുട്ടീനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പാരൻസിൻ്റെ പണിയാണ്.
മാതാപിതാക്കളെ പണിയാണ്. അത് ഒപ്പം നടത്തി വേണം. അപ്പോൾ ഇവിടെ ഉമ്മാരിക്കുണ്ടാവും, ഇവരെന്താ പറയാറ്, നിങ്ങൾ ഒരു പണിക്ക് വിളിച്ചാലും അവൾ വരൂല, ഞാനിവിടെ എഡങ്ങറായി കടന്നാലും ഈ വഴിക്കോളൊന്ന് വന്നു നോക്കൂല എന്നൊക്കെ മക്കളെ പറ്റി പറയും. അതെന്താണ് സുഹൃത്തുക്കളെ, അങ്ങനെ ഒരു ശീലം നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് കുട്ടികളോട് സംസാരിക്കാൻ അറിയാത്ത ഉമ്മമാരാണ് 99%. ഒരു കുട്ടികളോട് എങ്ങനെ വർത്തമാനം പറയാൻ അറിയില്ല. അതുകൊണ്ടാണ് നിങ്ങളെ വീട്ടിൽ എന്നും കച്ചറ അല്ലേ? ഉമ്മയും മക്കളും തമ്മിൽ കച്ചറ ഉണ്ടല്ലേ? നിങ്ങൾ എന്തിനാ ഈ ഉമ്മയും മക്കളും തമ്മിൽ കച്ചറ? ഉമ്മ പറഞ്ഞാൽ എത്ര പ്രിയപ്പെട്ടതാണ് മക്കൾക്ക്, മക്കൾ എത്ര പ്രിയപ്പെട്ടതാണ് ഉമ്മാക്ക്. പിന്നെ ഇതിന് ഓരോ തമ്മിൽ തർക്കം. വർത്തമാനം പറയാൻ അറിയില്ല. മോൾക്ക് ഉമ്മാനോട് വർത്തമാനം പറയാനും അറിയില്ല, ഉമ്മാക്ക് മോളോട് വർത്തമാനം പറയാനും അറിയില്ല. ഞാനൊരു എക്സാമ്പിൾ പറയും. എന്താ അറിയോ, ഞായറാഴ്ചയാണ്, വൈകുന്നേരം 4 മണിയായി. 4 മണി വരെയും എന്തില്ല നിങ്ങൾ, ഒരു മുതിർന്ന മകൾ, വിവാഹപ്രായമെത്തിയ മുതിർന്നൊരു മകൾ, ഓള് വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. ഓൾ അടിക്കാൻ വന്നിട്ടില്ല, തുടക്കാൻ വന്നിട്ടില്ല, ഒരു ഭക്ഷണത്തിന് ഒരു ഉള്ളി അരിഞ്ഞു തരാൻ വന്നിട്ടില്ല, ഒന്നിനും വന്നിട്ടില്ല. അപ്പോൾ ഒരു 4 മണിയാകുമ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിൽ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഉമ്മ മോളോട് പറയാണ്, എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കുക, എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ, എനിക്ക് സുഖമില്ല, എന്നിട്ട് ഈ വൈകുന്നേരം വരെ നീ ഫോണും നോക്കിയിരിക്കലായിരുന്നു, ഞാനിവിടെ നിന്ന് കഷ്ടപ്പെടുന്നു, നീ കണ്ടോ, നീ വൈക്കൊന്ന് വന്നു നോക്കൂ, എൻ്റെ ഉമ്മയല്ല ഞാൻ. ഇതൊക്കെ എപ്പോഴാണ് പറയാറ്? 4 മണിക്ക്. എന്നാൽ രാവിലെ എന്ത് പറഞ്ഞാൽ മതി അറിയും, മോള് ഒന്നണക്ക് ഒഴിവല്ലേ, എന്നാൽ യുവാ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കാം, ഈ വെറുതെ ഒന്ന് ഞാനിതിങ്ങനെ പരത്തി തരുമ്പോൾ ഈ അതൊന്ന് മറിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞാൽ ഏത് കുട്ടിയാണ് വരാത്തത്? ഞാൻ പറഞ്ഞ ഏത് കുട്ടിയാണ്? ഞാനിത് പറയാൻ കാരണം, സിമ്പിൾ ഉദാഹരണം പറയാൻ കാരണം, നമ്മുടെ കുട്ടികളെ എങ്ങനെ കൂടെ നിർത്തും എന്നറിയില്ല. കൂടെ നിർത്താൻ അറിയാത്ത കുട്ടികൾ ഉണ്ടായാൽ എന്താ ഉണ്ടാകുക? നിങ്ങൾ കുട്ടി വലുതാവും തോറും ഈ ഉമ്മയും കുട്ടി ശത്രുവാകും. കുട്ടിക്ക് എത്ര വലുപ്പം വരുന്നു അതിനനുസരിച്ച് അവർ ശത്രുക്കളായിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മളെപ്പോലെ, ഇപ്പോൾ നമ്മൾ പറയും ഒരു അന്യ വീട്ടിൽ പോകാനുള്ളതാണ്, അവിടെ പോയാൽ എന്താ കാട്ടുക എന്നൊക്കെ ചോദിക്കും. ഇവിടെ ഒരു അന്യ വീട്ടിലല്ലേ ഇപ്പോൾ ഉമ്മ നിൽക്കുന്നത് അല്ലേ? ആ ഉമ്മ എന്താണോ ചെയ്യുന്നത് അതന്നെയല്ലേ അവൾക്ക് അവിടെ പോയാൽ ചെയ്യാനുള്ളത് അല്ലേ? അത് ചെയ്യാൻ എന്തുള്ളൂ, മനപ്പം നിന്നാൽ മതി. കൂടെ നിർത്തി തൻ്റെ കൂടെ കൊണ്ടുപോകാൻ തൻ്റെ കുട്ടികളെ കഴിയുക എന്നുള്ളതാണ് ഉമ്മമാരെ വിജയം. വാപ്പാർക്കും അങ്ങനെ വേണം. നമുക്കൊരു പണിയില്ല വിചാരിക്കരുത് സുഹൃത്തുക്കളെ, നമുക്കൊരു പണിയില്ല, എല്ലാം പെണ്ണുങ്ങളെ ഉത്തരവാദിത്തം എന്നതിലേക്ക് പോകരുത്. നമുക്ക് പണിയുണ്ട്. നമ്മൾ പണിയെടുത്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോവുള്ളൂ. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം 4 കുട്ടികളൊരു ഉമ്മി, അവർ ജുമായക്കൊന്നു. എന്താ അറിയോ, അവരുടെ ഭർത്താവ്, ഈ കുട്ടികളുടെ വാപ്പ പെട്ടെന്നാണ് മരണപ്പെട്ടതാണ്. മരണപ്പെട്ടതോടുകൂടെ എന്തുണ്ടായിരുന്നെങ്കിൽ മുഴുവൻ മക്കളും പല വഴിക്കായി, എല്ലാവരും പല വഴിക്കായി, പല പ്രശ്നങ്ങളായി. അവരെ പ്രശ്നങ്ങൾ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല, അതിന് മാത്രം പ്രശ്നങ്ങളാണ്. ഒരു കുടുംബനാഥൻ ഇല്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്നതിന് അവരൊരു ഉദാഹരണമാണ്. നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കണില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ കുടുംബം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തറിയോ, നമ്മൾ ചില കാര്യങ്ങൾ നിർവഹിക്കണം. ആ നിർവഹിക്കുന്ന ഉത്തരവാദിത്വം അതെന്താണ്? ഇപ്പോൾ കുട്ടികളെന്താ വെച്ചാൽ അവർക്കൊരു പണിയില്ല, ഒരു ജോലിയില്ല, അവർ മൊബൈലിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കളെ, നമ്മുടെ കാര്യങ്ങളിൽ നമ്മുടെ കുട്ടികളെ ഇടപെടുത്തണം. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഒക്കെ നമ്മുടെ കാര്യങ്ങളും നമ്മുടെ ജോലികളും ഒക്കെ ചെയ്യുന്നിടത്തുള്ള സഹായങ്ങൾക്കും കാര്യങ്ങൾക്കും കൂട്ടി അവർക്ക് ചില പണികൾ കൊടുത്ത് ജോലികൾ കൊടുത്തും അവരെ കൂടെ നിർത്തി നമ്മൾ പോകുന്ന ക്ലാസ്സിലേക്കും നമ്മൾ പോകുന്ന യാത്രകളിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ അതേ മനോഭാവം അവർക്ക് സൃഷ്ടിച്ച് അവരെ സദാ നിരീക്ഷിച്ച് അവർക്ക് വേണ്ട സ്നേഹവും അതേപോലെ തന്നെ ശാസനകളും നൽകി കൂടെ നിൽക്കേണ്ട ഉത്തരവാദിത്തം വാപ്പക്കുണ്ട്. ഇത് നമ്മൾ ചെയ്താലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ കുട്ടികൾക്ക് വരുന്നൊരു പ്രശ്നം ഞാൻ കാണുന്നത് മാതൃകയാവുക എന്നുള്ള. എനിക്ക് പരിചയമുള്ള ഒരു സ്ഥലത്തൊരു ക്ലാസ് നടക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയോ നാട്ടിൽ നിന്ന് സുബൈക്ക് വണ്ടി എടുത്തിട്ട് ആൾക്കാർ ആ ക്ലാസ്സിന് വരും. രാവിലെ ഒരു 7 മണിയാകുമ്പോൾ ആ ക്ലാസ്സിന് വരും. അപ്പോൾ നല്ല എനിക്കറിയണ ഒരു വലിയ പണ്ഡിതൻ, എന്നെക്കാളൊക്കെ എത്രയോ പാണ്ഡിത്യമുള്ള വളരെ പണ്ഡിതനായിട്ടൊരാളാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ അയാൾ ക്ലാസ് എടുക്കും, ആൾക്കാർ വരുമ്പോൾ കുറേ ഇട്ട് തുടങ്ങിയതാണ്. അപ്പം ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന വ്യക്തിയുടെ
വാപ്പയുടെ സുഹൃത്തും അയൽവാസിയുമായ ഒരു കാരണവരെ എനിക്ക് പരിചയമുണ്ട്. അപ്പം അദ്ദേഹത്തോട് ഞാൻ ഇദ്ദേഹത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ തമ്മിലിപ്പോൾ ബന്ധമല്ല. എന്താ ബന്ധമില്ലാത്തത്? അവൻ എന്നെ കണ്ടാൽ മുഖം കൂട്ടിയാൻ കടന്നു പോകും. എപ്പോഴോ എന്തോ പ്രശ്നം ഉണ്ടായിന്, എത്രയോ വർഷങ്ങളായി അവൻ എന്നോട് മിണ്ടാറില്ല. ഇതാരെ പറ്റി പറയണോ നിങ്ങൾ? ഈ ക്ലാസ് റെക്കോർഡ് ചെയ്ത് ലോകം മുഴുവൻ കൊടുക്കണേ. ഇവരെ ക്ലാസ് കേൾക്കാൻ വേണ്ടി ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വണ്ടി എടുത്ത് സുബൈക്ക് 7 മണിക്ക് കാലിച്ചായ അവിടെ വന്നിട്ടാണ് കുടിക്കാൻ. കാലിച്ചായ അവിടെ വന്നിട്ടാണ് കുടിക്കുക ആൾക്കാർ. ഞാൻ ആ വ്യക്തിനും ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, അയാളുടെ പാണ്ഡിത്യത്തെക്കുറിച്ചും എനിക്കറിയാം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ പെരുമാറ്റത്തെക്കുറിച്ചും എനിക്കറിയാം. രണ്ടും നേരിട്ട് അറിയണതാണ്. അപ്പോൾ എന്താ ഒരിക്കലും എന്താ വെച്ചാൽ അദ്ദേഹം ദീനിയായ ഒരു സംസാരം നടത്തുന്നു എന്നത് ഒരു നിലക്കും എൻ്റെ മനസ്സിന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ പറയണു, ഇതെങ്ങാനും ആ ക്ലാസ്സിൽ വരുന്ന ആൾക്കാർക്ക് അറിയെങ്കിൽ ആരോ ക്ലാസ്സിൽ ഇരിക്കൂല. ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നമ്മളെ പറ്റിയുള്ള മതിപ്പാണ് നമ്മുടെ അറിവിനേക്കാളും പ്രധാനം. ഞാനൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ എനിക്ക് എത്ര വിവരം ഉണ്ടെന്നുള്ളതല്ല പ്രശ്നം. വിവരം എന്നുള്ളത് എന്താ വെച്ചാൽ, ഇപ്പോൾ AI കാലം വരാൻ പോണത്. നമ്മൾ ഒരു കാര്യം ചോദിച്ചാൽ ലോകത്തുള്ള മുഴുവൻ വിവരം ശേഖരിച്ചിട്ട് ഇങ്ങനെ വായിന്ന് ഇങ്ങനെ പറയും. ആ വിവരം അയാളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അയാളിന് ഇൽമു സ്വീകരിക്കാൻ പറ്റില്ല. പറ്റുമോ? അയാൾ പറയുന്നതനുസരിച്ച് അയാൾ മുന്നോട്ട് പോകണില്ലെങ്കിൽ അയാളിന് ഇൽമു സ്വീകരിക്കാൻ പറ്റും. ഇൽമു സ്വീകരിക്കാൻ ആകളുടെ ഒരു മാനദണ്ഡം ആൾക്കാർക്ക് എന്തുള്ളൂ? അറിവുണ്ടോ എന്നുള്ളതാണ്. അറിവുണ്ടോ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ പണ്ഡിതന്മാരൊക്കെ റബ്ബാനിയൂൻ, ഖുർആൻ പറഞ്ഞ റബ്ബാനിയൂൻ എന്നാണ് പണ്ഡിതന്മാർക്ക്. അവരെന്താണ്? ഏറ്റവും നല്ല സത്യസന്ധതയോടുകൂടെ ദീൻ്റെ കാര്യങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ വീട്ടിൽ മാതൃകയാണ്. കാരണം തരൂ, ഞാനിത് പറയുമ്പോൾ എന്താ വെച്ചാൽ, നമുക്ക് സുഹൃത്തുക്കളെ വീട്ടിലെങ്ങനെ സ്വകാര്യത പറ്റൂ? നമ്മൾ കള്ളിത്തുണി എടുത്ത് നടക്കുന്ന സ്ഥലമല്ലേ നമ്മളെ വീട് പറഞ്ഞാൽ. അവിടെ നമ്മൾ എന്താ കാട്ടുക? ഈ കുട്ടികൾ നമ്മളെ ബെഡ്റൂമിലുണ്ട്. ഈ കുട്ടികൾ നമ്മുടെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ കൂടെ ഉണ്ട്. ഈ കുട്ടി രാവിലെ സുബൈക്ക് അവൻ 3 മണിക്ക് ഉണരുന്നുണ്ട്, 4 മണിക്ക് ഉണരുന്നുണ്ട്. ഈ കുട്ടികൾ സദാസമയവും നമ്മളെങ്ങനെ നോക്കുകയാണ്. മനസ്സിലേ? മദ്രസിന്ന് ഭയങ്കര ക്ലാസ്, തഹജ്ജുദിൻ്റെ വിത്റിൻ്റെ ഒക്കെ പ്രാധാന്യമൊക്കെ കുട്ടി എഴുതി പാസ്സായി വന്നേക്കണ്. വാപ്പ സുബൈക്ക് പള്ളിക്കും കൂടി പോകണില്ലെങ്കിൽ ഞാൻ പറഞ്ഞത്, ഈ മദ്രസ് കൊണ്ട് എന്തൊരു കാര്യമുള്ളതെന്ന് ഞാൻ ചോദിക്കണത്. ഈ മദ്രസ് കൊണ്ട് എന്തൊരു പ്രയോജനമാണുള്ളത്? എന്താ? അപ്പോൾ ആ അറിവ് കിട്ടൂലേ ചോദിക്കുള്ളൂ. ആ അറിവ് കിട്ടൂലേ? എന്നാൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം അറിവിൻ്റെ കാര്യം. അതായത് ഒരു മദ്രസയിൽ കുട്ടികളെയൊക്കെ ഇൻ്റർവെല്ലിന് വിട്ടിരിക്കുകയാണ് മദ്രസയിൽ. അപ്പോൾ ഇൻ്റർവെല്ലിന് വിട്ട് മദ്രസയിൽ ഈ കുട്ടികളെ ഇൻ്റർവെല്ലിൽ മൂത്രമൊഴിക്കാൻ വേണ്ടി പോകുമ്പോൾ ചെറിയ പെൺകുട്ടികളാണ്. അപ്പോൾ ആ മൂത്രമൊഴിക്കാൻ പെൺകുട്ടികൾ പോകുന്ന ആ ഭാഗത്ത് എന്താണ്, ഒരു ഉസ്താദ്, പഠിപ്പിക്കുന്നൊരു ഉസ്താദ് തെറ്റായി ആ കുട്ടികളെ നിരീക്ഷിക്കുന്നുണ്ടോ എന്ന് ഒരു ചെറിയൊരു പെൺകുട്ടിക്കൊരു സംശയം. ബാത്റൂമിൽ പോണൊരു പെൺകുട്ടിക്കൊരു സംശയം. അപ്പോൾ ആ പെൺകുട്ടി പോയിട്ട് വാപ്പനോട് പറഞ്ഞു, വാപ്പ ഒരു ഉസ്താദ് ശരിയില്ല കേട്ടോ. അതാ വാപ്പ എൻ്റെ ഹജ്ജ് മേറ്റാണ്. അയാൾ ഹജ്ജിന് പോകുമ്പോൾ എന്നോട് ഷെയർ ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ കുട്ടികളെ മദ്രസക്ക് അയച്ചിട്ടില്ല. പിന്നെ ഒരിക്കലും ഞാൻ എൻ്റെ കുട്ടികളെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ടില്ല. അപ്പം ചോദിച്ചു, എന്താ നിങ്ങൾ മദ്രസക്ക് പറഞ്ഞയക്കാൻ കാരണം? ഇവർ ആ ഉസ്താദിനെ മാറ്റിയാൽ പോരെ അല്ലേ? പറഞ്ഞ് മദ്രസ് പറഞ്ഞയച്ചാൽ എന്താ സംഭവിക്കുക അറിയോ? ഈ ദീന് പഠിപ്പിക്കുന്ന ആൾ അതിനെതിരെ പ്രവർത്തിക്കുന്നത് കണ്ടാൽ ഈ ദീന് ഒരു കഥയില്ലാന്ന് എൻ്റെ കുട്ടിക്ക് മനസ്സിലാവും. ഈ ദീന് അറിഞ്ഞാൽ അതിലൊരു കഥയില്ല. പിന്നെ ഈ ദീന് അറിഞ്ഞാൽ അതാരും കൊണ്ടെടുക്കണില്ല. കൊണ്ടെടുക്കുന്നുണ്ടെങ്കിൽ ആരും കൊണ്ടെടുക്കണം? ഉസ്താദ് കൊണ്ടെടുക്കണ്ടേ. അതുകൊണ്ട് ദീന് കൊണ്ടെടുക്കണ ഒരാളും ഇവിടെ ഇല്ല. ഇത് രണ്ടുമാണ് എൻ്റെ കുട്ടി ഇനി മദ്രസ് പോയാൽ പഠിക്കുക. ഇനി മദ്രസ് പോയാൽ അക്കായിതും അഖ്ലാഖും കർമ്മവും നല്ല പഠിക്കുക. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് ഇനി കുട്ടി മദ്രസ് പോകണ്ട. എന്താ, ഞാൻ എൻ്റെ കുട്ടിക്ക് മദ്രസ് അല്ലാതെ കൊടുക്കാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു. അതൊക്കെ ചെറിയ കാഴ്ചപ്പാടല്ല. നമ്മൾ ചിന്തിക്കും അങ്ങനെ. അപ്പോൾ ദീനില്ലാത്തവൻ ദീൻ പഠിപ്പിച്ചാൽ ഈ ദീനൊരു കഥയുമില്ലെന്ന് ആര് മനസ്സിലാക്കും? കുട്ടികൾ മനസ്സിലാക്കും. ഈ ദീൻ ആർക്കും കൊണ്ടു കിടക്കാൻ സാധ്യമല്ലെന്ന് ആ കുട്ടികൾ ജീവിതത്തിൽ പഠിക്കും. കൊണ്ടടക്കുകയാണെങ്കിൽ ഈ പള്ളിക്കത്തെ ഖത്തീബ് കൊണ്ടടക്കണ്ടേ, അല്ലെങ്കിൽ ഇപ്പം മദ്രസത്തെ ഉസ്താദ് കൊണ്ടടക്കണ്ടേ എന്ന് പഠിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പഠിപ്പിക്കാൻ അറിഞ്ഞാൽ മാത്രം പോരാ, ആ ഉസ്താദന്മാർ മാതൃകയല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ മതവിരുദ്ധരാകും, മതത്തിൻ്റെ എതിരാളികളാവും.
നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ പറഞ്ഞത് രക്ഷിതാക്കൾ. അപ്പോൾ രക്ഷിതാക്കൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ഫോൺ ഇങ്ങനെ നോക്കിക്കുക. അപ്പോൾ കുട്ടി വാങ്ങുന്നിട്ടേ നമ്മൾ ഫോൺ വെച്ചാൽ നോക്കും. നമ്മൾ നോക്കിയത് എന്തെങ്കിലും വേണ്ടാത്തരാണെന്ന് ആ കുട്ടി കണ്ടാൽ പിന്നെ നിങ്ങൾ വാപ്പയല്ല, ആ കുട്ടിക്ക് നിങ്ങളെ വാപ്പയായി കാണാൻ ഒരിക്കലും പറ്റൂല, ഒരിക്കലും പറ്റൂല. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു വേണ്ടാത്തൊരു ചിത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും പെണ്ണ് തുണയിച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെയാണ് നിങ്ങൾ കാണുന്നത് എന്ന് ആ കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ ആ കുട്ടി പിന്നെ നിങ്ങൾ വാപ്പല്ല, ആ കുട്ടിക്ക് വാപ്പല്ല എന്ന് വിചാരിച്ചോളൂ. കാരണം നിങ്ങളെ വാപ്പയായി കാണാൻ ആ കുട്ടിക്ക് ഒരിക്കലും പറ്റൂല. ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറോ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും വരുന്ന ഒരു പണിക്കാരനോ ജോലിക്കാരനോ പത്രക്കാരനോ വീട്ടിലെപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഉമ്മ എന്ത് ചെയ്യുന്നുണ്ട്, തെറ്റായ ചാറ്റിങ് നടത്തുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് ഉമ്മയായി കാണാൻ പറ്റില്ല. ഈ സ്കൂളിൽ മാഷ് കൈസിനോട് പറഞ്ഞാൽ സ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ ഈ സ്കൂൾ അധ്യാപകൻ ഒരു കുട്ടി ഇങ്ങനെ ടെൻഷനായിട്ടിരിക്കുന്നു. അപ്പോൾ കൗൺസിലിംഗ് റൂമിൽ വിളിച്ചിട്ട് ഓളോട് ചോദിച്ചു. ഓൾ പറഞ്ഞു വാപ്പ ഗൾഫിലാണ്, ഉമ്മ രാത്രി ഉറങ്ങലില്ല, ഉമ്മക്ക് എന്താണ് ഏതോ ഓരോരുത്തരും ചാറ്റിംഗ് ആണ് പണിയെന്നാണ്. ഞാൻ അറിഞ്ഞത് ഉമ്മക്ക് ഒരിക്കലും അറിയില്ല. പക്ഷേ എനിക്ക് അതോടുകൂടെ എൻ്റെ പഠനവും എല്ലാ കാര്യവും തകരാറായി. ഉമ്മനെ എങ്ങനെ മാറ്റുക എന്ന് പറഞ്ഞു. അപ്പോൾ മാഷ് അതിന് പ്രശ്നമല്ല, അത് ഞാൻ പരിഹരിച്ചോളാം. അല്ല ഉമ്മനോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയാൻ പാടില്ല. അപ്പോൾ അയാൾ എന്നെ വിളിച്ചു, എങ്ങനെയാണ് ഞാൻ ഈ ഉമ്മനോട് സംസാരിക്കുക. ഞാൻ പറഞ്ഞു കൊടുത്തു ഉമ്മനോട് സംസാരിക്കേണ്ട രൂപം. ഉമ്മനോട് സംസാരിച്ചപ്പോൾ ഉമ്മ അവസാനം പറഞ്ഞു, ഇതെങ്ങനെങ്കിലും ഒന്ന് നിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് നിർത്താൻ കഴിയാതെ വന്നതാണ്. ഏതായിരുന്നാലും ഈ കാരണം ഇത് നിർത്താനുള്ളൊരു കാരണമാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളിയും, ഇനി ഉമ്മൻ്റെ അടുത്ത് അങ്ങനെ ഒന്നും കാണൂല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞോളിയും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മൾ ജീവിക്കുന്ന ലോകവും നമ്മുടെ കുട്ടികളുടെ അവസ്ഥയും നമ്മൾ. അതുകൊണ്ട് സുഹൃത്തുക്കൾ, നമ്മുടെ കുട്ടികൾ ഈ ദീനിനോട് മതിപ്പില്ലാത്തവരായി, ദീനിനോട് പ്രതിബദ്ധത ഇല്ലാത്തവരായി പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദീനിനോട് പ്രതിബദ്ധത അത് കാണിക്കാതെ നമ്മൾ എന്ത് പഠിപ്പിച്ചിട്ടും എത്ര വിവരം കൊടുത്തിട്ടും ഏത് ഹിഫ്ള് കോളേജിൽ കൊണ്ടാക്കിയിട്ടും ആ കുട്ടിക്ക് ദീനിനോടുള്ളൊരു മതിപ്പുണ്ടാക്കി തീർക്കാൻ പറ്റൂല. പിന്നെ ഞാൻ പറഞ്ഞത് ഇത് മാത്രമല്ല, നിങ്ങളുടെ കുട്ടിക്ക് എല്ലാ നിലക്കും ദീനിയായിട്ട് വളരാനും അവൻ്റെ ബുദ്ധി വളരാനും അവൻ എന്ത് കാര്യങ്ങളിൽ വളർച്ച കിട്ടണമെങ്കിൽ എന്താ അറിയൂ, ഒരു മനസ്സമാധാനവും സന്തോഷമുള്ളൊരു അന്തരീക്ഷം വേണം. ഇറച്ചിക്ക് ഇറച്ചി, മീനിന് മീൻ, അതല്ല സുഹൃത്തുക്കൾ. എന്താ അറിയും, ഓന് വേണ്ടത് വീട്ടിലേക്ക് വന്നാൽ ഒരു സന്തോഷം. വീട്ടിലേക്ക് വന്നാൽ എങ്ങനെ സന്തോഷം കിട്ടുക? മുറ്റത്ത് കുറേ ചെടി ഉണ്ടായാൽ അല്ലേ സന്തോഷം കിട്ടുമോ? അല്ലെങ്കിൽ വീട്ടിൽ AC ഉണ്ടായാൽ സന്തോഷം കിട്ടുമോ? അല്ലെങ്കിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു, അതൊക്കെ കുറച്ച് നേരം ഉണ്ടാവും സന്തോഷം. ഏറ്റവും വലിയ വാപ്പയുമ്മയും സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് കുട്ടികളുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ. വാപ്പയുമ്മയും സന്തോഷത്തോടെ എപ്പോഴും ഉണ്ടാവുക എന്നതാണ് കുട്ടികളുടെ സന്തോഷം. അങ്ങനത്തതല്ലാത്ത ഒരു വീടിൻ്റെ അന്തരീക്ഷത്തിൽ ഒരു കുട്ടിനെ നമുക്ക് നേരാക്കിയെടുക്കാൻ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും കഴിയൂല. ഒരു കുട്ടിനെ മാറ്റി. അപ്പം നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ ഏറ്റവും നന്നായി ഉണ്ടാക്കേണ്ടത് ഒരു നല്ല സ്നേഹാന്തരീക്ഷം. ഉപ്പയും ഉമ്മയും തമ്മിലുള്ള ആ ബന്ധം കണ്ടിട്ട് കുട്ടികൾക്ക് സന്തോഷിക്കാൻ പറ്റണം. സ്നേഹവർത്തമാനങ്ങൾ, സന്തോഷങ്ങൾ, തമാശകൾ, ഒന്നിച്ചിരിക്കലൊക്കെ വേണം. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബോധമില്ലാത്ത രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം മിക്കവാറും തല്ലായിരിക്കും വീട്ടിൽ വെച്ച് തല്ലണവരോട് ഞാൻ പറയാം, നിങ്ങളെ കുട്ടികളെ നിങ്ങൾക്കൊന്നിനും കിട്ടൂല, ഒരു തകർന്നു പോകും. അതുകൊണ്ട് വീട്ടിൽ ബഹളങ്ങളില്ലാതിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും അങ്ങനെ പെണ്ടോ, അങ്ങനെ ഇല്ലാത്തതുണ്ടോ എന്ന് മാത്രമേ നോക്കണ്ടുള്ളൂ. നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളൊരു വാഹനത്തിൽ കയറി ഒന്നിച്ചിരുന്നാൽ നമ്മൾ തർക്കിക്കുകയാണ് ചെയ്യണത്, നമ്മൾ നല്ല നിലക്ക് സംസാരിക്കുകയല്ല ചെയ്യണം. ഇതിന് ഭയങ്കരമായ പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ നമ്മുടെ കോളേജിലും സ്കൂളിലും അല്ലെങ്കിൽ ചെറുപ്രായത്തിൽ വരുന്ന കുട്ടികളുടെ എല്ലാ വഴികേടിൻ്റെയും ഒരു കാരണം പാരൻസ് ഒരു മാനസിക ബന്ധമായി ജീവിക്കാത്തതാണ്. കുട്ടികൾ തിന്മയിലേക്ക് പോകുന്നതിൽ അതിന് കാരണമുണ്ട്, കുട്ടികൾ ലഹരിയിലേക്ക് പോകുന്നതിൽ കാരണമുണ്ട്, അതേപോലെ തന്നെ കുട്ടികൾ പരീക്ഷയിൽ തോൽക്കുന്നതിന് കാരണമുണ്ട്, കുട്ടികൾ മാനസികമായി. ഇതിനൊക്കെ കാരണം ഏറ്റവും പ്രധാനമായി പാരൻസ് വളരെ സ്നേഹത്തോടു കൂടെ അല്ല എന്നതാണ് പ്രശ്നം. ഒരു ഡിഗ്രിയിൽ പഠിക്കുന്നൊരു പെൺകുട്ടി, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ വേറെ ഡിപ്പാർട്ട്മെൻറ്റിലെ കുട്ടി, ആ കുട്ടി നിരന്തരമായിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ ഉറങ്ങി തൂങ്ങുക, അതേപോലെ ഇടയ്ക്ക് കരഞ്ഞിരിക്കാം. അങ്ങനെ ആയിട്ട് ആ കുട്ടീനോടൊന്ന് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ കേട്ട് ഞെട്ടിപ്പോയി.
ആ കുട്ടി ഉമ്മനോടൊന്ന് വരാൻ വേണ്ടി പറഞ്ഞു. ഈ ലോകത്ത് ഇത്ര വലിയൊരു ശത്രുക്കൾ വേറെ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കി. അത്ര വലിയ ശത്രുതയിലാണ് അവളെ വാപ്പിയും ഇന്ന്. എങ്ങനെയാണ് ആ കുട്ടികളൊക്കെ പിന്നെ എങ്ങനെ ജീവിച്ച് പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കല്യാണം കഴിഞ്ഞാൽ മോളെ എൻ്റെ പ്രശ്നമൊക്കെ തീരും, അതല്ലാതൊരു പരിഹാരം എനിക്ക് പറയാൻ. ആ പറഞ്ഞു, കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ പ്രശ്നം തീരുന്നത്? കല്യാണം കഴിച്ച ആളെയും കൂട്ടി ഞാൻ അങ്ങോട്ടല്ലേ വരേണ്ടത്, എങ്ങനെ പ്രശ്നം തീരുന്നത് എന്നാണ് അവൾ തിരിച്ച് ചോദിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനം നിങ്ങളുടെ കുട്ടികളെ വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയൂ? ഒരു ഇസ്ലാമികമായ സ്വഭാവം. ഖിയാറുക്കും നിസായിക്കുന്നല്ലേ, ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് ഏറ്റവും ഉത്തമൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. നല്ല സ്വഭാവം, ചിരിച്ച് കളിച്ച് സലാം പറഞ്ഞ് വർത്താനം പറഞ്ഞ് നല്ലൊരു മനുഷ്യനായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയാണ്. വീട്ടിൽ എത്തുമ്പോഴാണ് നമ്മളെ തനി നിറം പുറത്ത് കയറുക. അത് പെണ്ണുങ്ങളോടേക്കാണ്. അപ്പം നമ്മൾ വായിന്ന് തരുന്ന വാക്ക് നമ്മളെ ഉള്ളിലുണ്ട് എന്ന് നാട്ടിലേക്കൊന്നും അറിയില്ല. അപ്പോൾ വരുന്നൊരു വാക്കുണ്ടല്ലോ, ആ വാക്ക് നമ്മളെ ഉള്ളിൽ കിടക്കുന്നുണ്ട് എന്നുള്ളത് നാട്ടിലേക്ക് അറിയില്ല. അപ്പോൾ ചില പെണ്ണുങ്ങൾ പറയും, അതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആളൊക്കെ തന്നെയാണ്, പക്ഷെ മൂപ്പർ ഇൻ്റെ അടുത്ത് എത്തിയിട്ട് എന്നോട് വർത്തമാനം പറയും, മൂപ്പർ പറയണ വാക്കുകൾ കേട്ടെങ്കിൽ തരിച്ചു പോകുമെന്ന് പറയും. അപ്പോൾ അതങ്ങനെ പറയലുണ്ട് എന്നാണ് മനസ്സിലാവുന്ന ചില ആൾക്കാരൊക്കെ. അപ്പോൾ നമ്മൾക്ക് ഒരു നല്ല സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ നമ്മുടെ വീട്ടിൽ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനത്തെ ഒരു മാതൃക നമ്മൾ സൃഷ്ടിക്കുന്നില്ലെങ്കിൽ നമ്മൾ കുട്ടികളെ എന്ത് പഠിപ്പിച്ചാലും ആ പഠനത്തിൻ്റെ ഒരു പ്രയോജനം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കിട്ടാതെ പോകും എന്നതാണ്. നമ്മളെ കുട്ടികളെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുട്ടികളെ മനസ്സിലാക്കണം. നിങ്ങളെ കുട്ടികളെ നിങ്ങൾ മനസ്സിലാക്കുന്നതിലുപരി ഈ നാട്ടിൽ നിങ്ങളെ കുട്ടികളൊപ്പം നടക്കുന്ന കുട്ടികളെ മനസ്സെന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങളൊന്നും വിചാരിക്കണോടത്തല്ല നിങ്ങളെ കുട്ടികളെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന ടീച്ചറാണ്. ആ ടീച്ചർ നേരിട്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ബാക്കിലെ ബെഞ്ചിലിരിക്കുന്ന കുറച്ച് ആൺകുട്ടികൾ. അപ്പോൾ ആ ആൺകുട്ടികൾ എല്ലാവരും അവരെ നോട്ട് പുസ്തകത്തിൽ ഒരു ലിങ്ക് ഉണ്ട്, ആഷ്, സ്റ്റാർ, കുറച്ച് ആൽഫബറ്റിക് അക്ഷരങ്ങൾ, ഇംഗ്ലീഷ് അക്ഷരങ്ങളൊക്കെ ഉള്ള ഒരു ലിങ്ക്. ആ ലിങ്കിട്ട് നേരെ കയറിയാൽ എന്ത് ചെയ്യും, നേരെ യൂട്യൂബിലും ക്രോമിലൊക്കെ കയറാൻ പറ്റുന്ന ഒരു ലിങ്കാണ്. അപ്പോൾ അത് 5 കുട്ടികളെ പുസ്തകത്തിലും ആ ലിങ്ക് ഉണ്ട്, ഒരേ ലിങ്ക്. അപ്പോൾ ടീച്ചർ ഇങ്ങനെ വാങ്ങി നോക്കിയിട്ട്, ഇതെന്താ ഈ ലിങ്ക്, ഇത് എന്തിനുള്ളതാ? അവർ ടീച്ചർ കാണാൻ പറ്റില്ല. ആ ടീച്ചർക്ക് കാണാൻ പറ്റാത്ത ലിങ്കാണ്. അപ്പോൾ അത് പറ്റില്ലല്ലോ, എനിക്ക് കാണണമല്ലോ. അപ്പോഴേക്കിനും ഇവർ പുസ്തകമൊക്കെ എടുത്ത് ബാഗിൽ വെച്ച് അടച്ചു. അപ്പോൾ ടീച്ചർ ഒരു പുസ്തകം പിടിച്ചു വാങ്ങി ആ ലിങ്ക് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതിയെടുത്തു. അപ്പോൾ ടീച്ചർ പറയാണ്, ആ ലിങ്ക് ഞാൻ അടിച്ച് അത് ഫസ്റ്റ് വന്ന ഉടനെ ഞാൻ ക്ലോസ് ചെയ്തു. നമ്മൾ ചിലപ്പോൾ ഈ അശ്ലീല സൈറ്റ്, ഫോൺ സൈറ്റ് കേട്ടിട്ടുണ്ടാവും, പക്ഷെ അത് ഇത്രമാത്രം മാരകമാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അത് ആരാ കാണുക? 6ാം ക്ലാസ്സിൽ. ഇത് കഥയാണെന്ന് വിചാരിക്കരുത് നിങ്ങളാരും. 6ാം ക്ലാസ്. എനിക്ക് കേൾക്കണോ, ഏതെങ്കിലും ഒരു മനുഷ്യൻ, ആണാകട്ടെ പെണ്ണാകട്ടെ, അവൻ ഒരിക്കൽ ലഹരി ഉപയോഗിച്ചാൽ പിന്നെയും ലഹരി ഉപയോഗിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാൽ ഒരിക്കൽ പോൺ സൈറ്റ് കണ്ടവൻ കണ്ടുകൊണ്ടേയിരിക്കും, ഉറപ്പ്. എന്ത് വലിയ മൗലവിയായാലും എത്ര ഹജ്ജ് ചെയ്താലും അതിനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കാത്തിടത്തോളം കാലം അവനത് കണ്ടുകൊണ്ടേയിരിക്കും. കല്യാണം കഴിച്ചാൽ പോലും ഒന്നും നിർത്തൂല, വിവാഹം കഴിച്ചാൽ പോലും നിർത്തൂല. പോൺ സൈറ്റ്, അശ്ലീലം എന്ന് പറഞ്ഞാൽ അത്രയും. ഇനി ഈ അശ്ലീലം കാണുന്ന കുട്ടികളുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക്? ഈ അശ്ലീലം കാണുന്ന ഒരു കുട്ടി നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഉമ്മയല്ല, ഒരു പെണ്ണാണ്. ആ ഉമ്മ ബാത്റൂമിൽ കയറണതും ഡ്രസ്സ് മാറ്റുന്നതും എല്ലാം അവൻ കാണുന്നത് പോൺ സൈറ്റിൽ പെണ്ണുങ്ങളെ കാണുന്ന പോലെയാണ്. പെങ്ങളെപ്പോലും അങ്ങനെ കാണുള്ളൂ. ഒരിക്കലും ഒരു വിവാഹ ജീവിതത്തിൽ സാധ്യമാവില്ല. കാരണം ഇതിൽ കാണുന്ന പെണ്ണുങ്ങളെ കണ്ട ഒരാൾക്ക് ഒറിജിനലായിട്ടൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കാനോ അവളെ കണ്ട് സംതൃപ്തിപ്പെടാനോ ജീവിതത്തിൽ കഴിയൂല. ഏറ്റവും മാരകമായ ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തും. ചികിത്സിച്ച് മാറ്റാൻ പറ്റാത്ത അത്രയും മാരകമായ ഒരു സൈക്കാട്രിക് ആയിട്ട് അവ മാറും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ നിങ്ങളെ കുട്ടികൾ ഇത് കാണുന്നുണ്ടോ നോക്കിക്കണം. ഞാനൊരു ഒരു 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 സ്ഥലത്തൊരു ക്ലാസ്സിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോൾ ഒരു പെൺകുട്ടി പറഞ്ഞു, എനിക്കൊന്ന് കാണണം. അപ്പോൾ ഞാൻ കാണും. അപ്പോൾ ആ കുട്ടി വന്ന് എൻ്റെ മുന്നിൽ ഇങ്ങനെ കരഞ്ഞു. കേട്ടോ സാറെ, നിർത്താൻ പറ്റുന്നില്ല. ഒരു പെണ്ണാണല്ലോ. അപ്പോൾ ആ പെൺകുട്ടി ഇത് കാണുന്നുണ്ട് എന്ന് എന്നോട് പറയാൻ അവളുടെ ലജ്ജ അനുവദിക്കണില്ല. അപ്പോൾ അവൾ പറഞ്ഞ എന്താ, നിർത്താൻ പറ്റണില്ല എന്ന് അവൾ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക്
കാര്യം മനസ്സിലായി. ഞാൻ എങ്ങനെ നീ അവിടെ എത്തിപ്പെട്ടു എന്ന് ഞാൻ ചോദിച്ചില്ല. തെറ്റുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ച്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ കുട്ടികൾ ജീവിക്കുന്ന ലോകം നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനത്തെ ഒരു ശ്രദ്ധ ഉണ്ടോ? ചോറ് ഇളമ്പി കൊടുക്കുക, കഞ്ഞി ഇളമ്പി കൊടുക്കുക, വിരിപ്പ് വിരിച്ചു കൊടുക്കുക എന്നതിൽ അപ്പുറത്തേക്ക് നമ്മളെ കുട്ടികളെ പറ്റി ചിന്തിക്കുന്നുണ്ടോ എന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ചോദിക്കണം. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്കാണ് നിങ്ങൾ വിചാരിക്കാത്ത ലെവലിലാണ് പ്രേമം കിടക്കണം. അതൊന്നും ഞാൻ അവിടെ വിശദീകരിക്കണില്ല. ഏത് കുട്ടിയും, നിങ്ങൾ ഏത് പശ്ചാത്തലമുള്ള കുട്ടിയാണെങ്കിലും, നിങ്ങൾ അവിഹിത ബന്ധത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താത്ത ഏത് കുട്ടിയും പ്രേമത്തിൽ കുടുങ്ങും. നിങ്ങളതോടെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് ആ കുട്ടിക്ക് നിങ്ങൾ ഒരു പ്രായമെത്തുമ്പോൾ, ഒരു 14 വയസ്സിൻ്റെയും 20 വയസ്സിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ അവളെ അവൾ കുടുങ്ങും. കാരണം എന്താ? അത് അവളെ കുറ്റല്ല, അവളെ കുറ്റല്ല. കാരണം പെൺകുട്ടികളെ ഈ വലയിൽപ്പെടുത്താൻ ബോധപൂർവം ആൺകുട്ടികൾ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ കുട്ടി നല്ല കുട്ടി കൈക്കോട്ടെ, മനസ്സിലായി? ഇപ്പം അടുത്തൊരു ഇതിൽ കുടുങ്ങിയ കുട്ടി ഞാൻ പറഞ്ഞു, എങ്ങനെ മോളെ നീ അതിൽ പെട്ട്? ഓളങ്ങനെ ഇട്ട് വരും. ഓളൊരു പാട്ട് പാടി, ഒരു നല്ല പാട്ട് പാടി. പാട്ട് പാടിയിട്ട് ഓളത് പിന്നെ ഇൻസ്റ്റഗ്രാമിലൊന്നും ഇട്ടിട്ടില്ല. ഓളാ പാട്ട് ഓളൊരു പെൺ സുഹൃത്തിന് അയച്ചു കൊടുത്തു, അവളെ കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ കൂട്ടുകാരി അത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ കമൻറ്റുകൾ ഇവൾ വായിച്ചു. ആ കമൻറ്റിൽ ഒരു പയ്യൻ ആ പാട്ടിനെ പറ്റി ഒരു കമൻറ്റ്, ആ പാട്ടിനെ പറ്റി അവൻ കമൻറ്റ് ചെയ്തത് പാട്ട് ഗംഭീരമായിട്ടല്ല, അവൾ കണ്ട് ആ കമൻറ്റ് ഇഷ്ടപ്പെട്ട് അവനോട് പ്രതികരിക്കാനാണ്. എന്നിട്ട് പിന്നെ ആ കമൻറ്റും ആ പാട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവൻ ഇവൾക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്തു. എന്നിട്ട് അവളുടെ ചാറ്റിങ് ആരംഭിച്ചു. അങ്ങനെയാണ് അവളെ, ഒരു നല്ല പെൺകുട്ടിയെ എന്താക്കിയത്? സുന്ദരമായി അവൻ വശത്താക്കിയത്. അപ്പോൾ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം, തരൂ, നല്ല കമൻറ്റും നല്ല ലൈക്കൊക്കെ വരുമ്പോൾ മനസ്സിലാക്കണം, ഇതൊക്കെ ബോധപൂർവം ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കണം എന്നാരെങ്കിലും പറഞ്ഞു കൊടുത്തു? അവൾ നിഷ്കളങ്കമായി തൻ്റെ പാട്ട് ഇഷ്ടപ്പെട്ട ഒരാൾ ഒരു കമൻറ്റ് പറഞ്ഞു എന്നേ അവൾ വിചാരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മുടെ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടത് പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കണം. അത് പറഞ്ഞു കൊടുക്കാതെ സുഹൃത്തുക്കളെ പിന്നെ ഖേദിച്ചിട്ടും പിന്നെ കൗൺസിലർമാരെ തിരഞ്ഞിട്ടും പിന്നെ അവനും പിടിച്ചും ഓടിച്ചിട്ടും അതേമാതിരി ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. ഇതൊക്കെ നമുക്ക് സമയാർജിതമായി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒന്നുമില്ല, ഒരു 5 വയസ്സ് ഒരു 7 വയസ്സ് വരെ നിങ്ങൾ പോലെ നല്ലവണ്ണം സ്നേഹിക്കുക, നല്ലോണം ഇഷ്ടം, എപ്പോഴും ഉമ്മാരൊപ്പം ഉണ്ടാവുക, വല്യമാനത്താക്കി പോകരുത്, ഉമ്മാരൊപ്പം ഉണ്ടാവുക, കുട്ടികളെ കൂടെ നിൽക്കുക, അവരെ അവർക്ക് എത്ര ലാളിച്ചാലും ഒരു തകരാറും പറ്റാത്ത പ്രായമാണ് ആ വയസ്സ്. കൂടെ നിൽക്കുക. ഒരു 7 വയസ്സൊക്കെ എത്തുമ്പോൾ, ഈ 5 വയസ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പലതും നടക്കും. ഇപ്പോൾ ഈ 5 വയസ്സൊക്കെ ആകുമ്പോൾ ഈ പ്രീ സ്കൂളിലൊക്കെ എന്താ പറയുക, ഖുർആൻ മനോഹരമായി ഒന്നും ഖത്തം തീർക്കും, മുഴുവൻ ഖത്തം തീർക്കും കുട്ടി. 5 വയസ്സായ കുട്ടി ഖുർആൻ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെ തജ്വീദോടുകൂടെ ഓതി ഖത്തം തീർക്കും. ഇംഗ്ലീഷ് ഏറ്റവും നന്നായി ഉച്ചരിച്ച് സംസാരിക്കും. എന്തും നിങ്ങൾക്ക് ആ കുട്ടിയെ ഈ വയസ്സിൽ പ്രാപ്തമാക്കാം. 7 വയസ്സ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 10 വയസ്സ് വരെ എന്ത് ചെയ്യുന്നവരും ആ കുട്ടികൾക്ക് നിങ്ങൾ ശീലങ്ങൾ ഉണ്ടാക്കണം. നല്ല ശീലങ്ങൾ, നിസ്കരിക്കാനും നല്ല എനിക്ക് പെരുമാറാനും വേറുള്ളവർക്ക് ഷെയർ ചെയ്യാനും എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ കൊടുക്കാൻ, നല്ല നല്ല ശീലങ്ങളെ അവരിലുണ്ടാക്കാം. നല്ല ഉണ്ടാവും. പിന്നെ ഒരു 10 വയസ്സോ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ തരും പിന്നെ അവർ സ്വതന്ത്രരാണ് മനസ്സിൽ. പിന്നെ നമ്മൾ അവരെ ഉപദേശിക്കാനും ഇടപെടാനും നിൽക്കുമ്പോഴൊക്കെ അവർക്ക് ദേഷ്യക്കാരം നമ്മളോട്, നമ്മളെ ശത്രുക്കളാവും. അപ്പോൾ നമുക്കെന്താണ്, ഒരു സുഹൃത്തുക്കളെ പോലെ കൂടെ നിന്നിട്ട് ഇങ്ങനെ നമ്മൾ ഓരോ ഒപ്പം അങ്ങനെ പോകലേ പറ്റുള്ളൂ. കുറച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കേണ്ട ഒരു സമയം അപ്പോൾ വരും. അപ്പോൾ ഇതിൻ്റെ ഒരു സമയക്രമം പാലിച്ച് ആ കുട്ടികളെ, ഇപ്പോൾ അധ്യാപകന്മാർ 1-ാം ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കണം, 2-ാം ക്ലാസ്സിൽ എന്ത് പഠിപ്പിക്കണം, സിലബസ് ഉണ്ടാക്കണ മാതിരി നിങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി 15 വയസ്സാകുമ്പോഴേക്കിന് എന്താകണം എന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഞാൻ ദീർഘിച്ച് പറയണില്ല. മദ്രസയിൽ നിങ്ങളെല്ലാവർക്കും ശ്രദ്ധിക്കണം.
ഉസ്താദുമാരെ നിശ്ചയിച്ചിങ്ങളാണ് ഇറങ്ങിപ്പോകരുത്. ഈ മദ്രസൻ്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ പള്ളിൻ്റെ മീറ്റിംഗ് പോലെ മദ്രസൻ്റെ മീറ്റിംഗ് കൂടണം, അതിൽ ചർച്ച ചെയ്യണം, കുട്ടികളുടെ റിസൾട്ട് അവലോകനം ചെയ്യണം, കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ നല്ല ക്ലാസ്സുകൾ കൊടുക്കണം, ആ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം, നല്ല കാര്യങ്ങൾക്കൊക്കെ പ്രോത്സാഹിപ്പിക്കണം, അവരുടെ ഖുർആൻ പാരായണത്തിൽ മാറ്റങ്ങൾ വരുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കണം, അത് തെജ്വീദോട് കൂടെ തന്നെയാണോ പഠിക്കുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഇനി അത് തെജ്വീദോടെ പഠിപ്പിക്കണമെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്ക് എന്ത് ചെയ്യണം, നല്ല തെജ്വീദിൻ്റെ ഒരു ദിവസം ഒരു വർക്ക്ഷോപ്പ് വെച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ അധ്യാപകന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലും നിയന്ത്രണത്തിലും ഈ മദ്രസ ഏറ്റവും ഭംഗിയായി കൊണ്ടുപോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല. പാരൻസിന് വലിയൊരു ബാധ്യതയുണ്ട്. അത് ഇവിടെ നമ്മൾ നിർവഹിക്കണം. നമ്മുടെ കുട്ടികളെ നരകത്തിൽ പോകുന്നെങ്കിൽ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുമെന്ന ഖുർആൻ്റെ പ്രഖ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാൻ. ദീർഘിച്ച് പറയുന്നില്ല. ഏതായിരുന്നാലും ഒരു നല്ല മദ്രസ് പണി പൂർത്തിയായി, നിങ്ങൾക്ക് വളരെ ഭംഗിയായി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സംഭാവന തന്ന ആളുകളും ഒക്കെ ആഗ്രഹിക്കുന്നതാണ്. ആ നിലക്ക് ഉത്തരവാദിത്തത്തോടു കൂടെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.